Hello everyone, welcome to Students Focus. നമ്മൾ ഇന്ന് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ RBIയുടെ ഫങ്ഷൻസ് റോൾസ് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾക്ക് സെബിയെ കുറിച്ച് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 12th April 1988 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1988 ഈ വർഷങ്ങളും ഇതെല്ലാം നിങ്ങളൊന്ന് പഠിക്കണം, കാരണം ഇതെല്ലാം എക്സാമിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ ചോദിക്കുന്നതാണ്. നമ്മളുടെ RBIയുടെ കേസിൽ 1934 RBI ആക്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1935 RBI എസ്റ്റാബ്ലിഷ് ആകുന്നത് നമ്മൾ പഠിച്ചല്ലോ. ബട്ട് നമ്മളുടെ സെബിയുടെ കേസിൽ അങ്ങനെയല്ല. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 ബട്ട് സെബി ആക്ട് പാർലമെൻറ്റിൽ പാസ്സായത് 1992 ആ ആക്ട് പാസ്സായതിനു ശേഷമാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടുന്നത്. സെബി എസ്റ്റാബ്ലിഷ് ആയി 4 ഇയേഴ്സിന് ശേഷം 1992 നമ്മളുടെ സെബി ആക്ട് പാസ്സാവുന്നത്. സെബി ആക്ട് എന്നാണ് ഇൻറ്റു ഫോഴ്സിൽ വന്നത്? കെയിം ഇൻറ്റു ഫോഴ്സ് ഫ്രം 30th January 1992. January 30, 1992 മുതലാണ് സെബി ആക്ട് അത് ഇൻഫോഴ്സ് വന്നത്. സെബി എന്താ ചെയ്യുന്നത്? നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, ക്യാപിറ്റൽ മാർക്കറ്റിലെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസാലോ മറ്റാരുമായിട്ട് ചീറ്റ് ചെയ്യപ്പെടാതെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിന് അങ്ങനെ വരുന്നുണ്ടോ, അവർ കറക്റ്റായിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അതെല്ലാമാണ് സെബിയുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. സെബി ചെയ്യുന്നത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ്. സെബി എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആണ്. നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്തിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആണ്. ഏത് ആക്ടിൻ്റെ ബേസിലായിരുന്നു? ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ആക്ട് 1947. അതിൻ്റെ ബേസിൽ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആണ് സെബി എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഈ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സെബി വന്നപ്പോൾ സെബി അത് റിപ്പീൽ ചെയ്തു. അതിനുശേഷം സെബിയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ സൂപ്പർവിഷൻ ചെയ്യുന്നതെല്ലാം സെബിയാണ്. സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുംബൈയിലാണ് സെബിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 4 റീജിയണിൽ സെബിക്ക് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. നോർത്തേൺ റീജിയണൽ ഓഫീസ് ന്യൂ ഡൽഹിയിലാണ്, ആൻഡ് ഈസ്റ്റേൺ ഓഫീസ് കൊൽക്കത്ത, സദേൺ ഓഫീസ് ചെന്നൈയിലും വെസ്റ്റേൺ ഓഫീസ് അഹമ്മദാബാദിലുമാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുണ്ട്. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ റീജിയണൽ ഓഫീസസിൻ്റെ സെക്ഷനിൽ നിന്ന്. സോ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. നോർത്തേൺ ന്യൂഡൽഹി, ഈസ്റ്റേൺ കൊൽക്കത്ത, സദേൺ ചെന്നൈ ആൻഡ് വെസ്റ്റേൺ അഹമ്മദാബാദ്. ഇവിടെയാണ് 4 റീജിയണൽ ഓഫീസസ് ഉള്ളത്. ഹെഡ് ഓഫീസ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്, ബാന്ദ്ര കുർള കോംപ്ലക്സ് മുംബൈ. ഇനി നമ്മൾക്ക് സെബിക്ക് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്നുള്ളൊരു പൊസിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ ഒരു പവേഴ്സ് കിട്ടുന്നത് നമ്മളുടെ ഗവൺമെൻറ് April 1988 ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നു. ആ റെസൊല്യൂഷൻ്റെ ബേസിൽ നമ്മളുടെ സെബി ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്ററായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആവുമായിരുന്നു. ഇത് നമ്മളുടെ സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മിസ്റ്റർ അജയ് ത്യാഗി. ഇദ്ദേഹമാണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇദ്ദേഹം ഓൾറെഡി റിട്ടയർ ആവേണ്ടതാണ്, ബട്ട് ടേം കുറച്ചാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് ഇപ്പോഴും സെബിയുടെ ചെയർമാൻ ഇദ്ദേഹം തന്നെയാണ്. ഇനി നമ്മളുടെ സെബിയുടെ ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നത് ഒരു ബോർഡാണ്. നമ്മൾ RBIയുടെ കേസിൽ നമ്മൾ വർഷത്തിൽ ഒരു ബോർഡാണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെബിയുടെ കേസിലും സെബിയുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് ഒരു ബോർഡാണ്. ഈ ബോർഡിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബോർഡിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ചെയർമാൻ. ആ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ആ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം, ഒരു സൗണ്ട് നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല എത്തിക്സ് ഉള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവരേക്കാണ് ചെയർമാൻ പൊസിഷനിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഏതൊക്കെ ഫീൽഡിൽ നിന്നായിരിക്കാം? ചിലപ്പോൾ ഒന്നുകിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ്, ലോ, അക്കൗണ്ടൻസി, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം നല്ല നോളജ് ഉള്ള ഈ ഏതെങ്കിലും ഫീൽഡിലുള്ള ആളുകളെയാണ് ചെയർമാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
ഇനി ചെയർമാൻ കൂടാതെ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? 2 മെമ്പേഴ്സ് എക്സ്ട്രാ ഉണ്ടാവും. അവരിവിടെ നിന്നായിരിക്കും 2 മെമ്പേഴ്സ് വരുന്നത്. മിനിസ്ട്രി, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിൽ നിന്നായിരിക്കും ആ 2 മെമ്പേഴ്സ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏത് മിനിസ്ട്രിയിൽ നിന്നായിരിക്കും? ഒന്നുകിൽ ഫിനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്നായിരിക്കാം. അതിൽ നിന്ന് 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മെമ്പർ RBIയിൽ നിന്നുണ്ടാവും. RBI ഒഫീഷ്യലിൽ നിന്ന് ഒരു മെമ്പറെ RBI നോമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു മെമ്പറും സെബിയുടെ മാനേജ്മെൻറ്റ് ബോർഡിൽ, സെബിയുടെ ബോർഡിൽ ഒരു മെമ്പറായിരിക്കും. ഇത് കൂടാതെ 5 മെമ്പേഴ്സ് കൂടി ഉണ്ടാവും. ഈ 5 മെമ്പേഴ്സിൽ 3 പേര് മസ്റ്റായിട്ടും ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. കാരണം ഒരു ഫുൾ ടൈം ഈ സെബിയുടെ ആക്ടിവിറ്റീസ് നോക്കുക, മാനേജ് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക, അത് അവരുടെ ആക്ടിവിറ്റി ആയിരിക്കും. ഫുൾ ടൈം ഉണ്ടായിരിക്കണം. അങ്ങനെ 5 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സ് മസ്റ്റായിട്ട്, മിനിമം 3 മെമ്പേഴ്സ് ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഏത് ഫീൽഡിൽ നിന്നാണ്? ഒന്നുകിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ടൻസി, അല്ലെങ്കിൽ എക്കണോമിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഫീൽഡിൽ നിന്ന് എത്തിക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു സൗണ്ട് റെക്കോർഡുള്ള നല്ല നോളജ് ഉള്ള ഇങ്ങനെയുള്ള ആളുകളെയാണ് ഈ ടീമിലേക്ക്, ഈ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ആരൊക്കെയുണ്ടെന്ന്? ഒരു ചെയർമാൻ ഉണ്ടാവും, 2 മെമ്പേഴ്സ് മിനിസ്ട്രി ലെവലിൽ നിന്ന്, ഫിനാൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്ട്രി ലെവലിൽ നിന്ന് 2 മെമ്പേഴ്സ് ഉണ്ട്. ഒരു മെമ്പർ RBIയിൽ നിന്നുണ്ട്. അത് നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. ആദ്യത്തെ 2 കേസിലും സെൻട്രൽ ഗവൺമെൻറ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. RBI എന്നുള്ള മെമ്പറെ നോമിനേറ്റ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ അത് 5 മെമ്പേഴ്സ് അടുത്തുള്ളതിൽ 5 അതർ മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 3 പേര് ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. സോ ഇത്രയും പേര് ചേരുന്നതാണ് സെബിയുടെ ബോർഡ്. ഈ ബോർഡാണ് സെബിയുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത്, ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നതല്ല. ഇനി നമുക്ക് സെബിയുടെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെബിയുടെ ഫങ്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ സെബി റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് 3 ഗ്രൂപ്പിൻ്റെ അടുത്താണ്. ഫസ്റ്റ് വൺ, ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നവരാരാണോ, അങ്ങനെയുള്ള കമ്പനികളോ അവരാരാണോ, അവരുടെ അടുത്ത് സെബിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സെബി ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. തേർഡ് വൺ, മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ, എനിക്കിപ്പോൾ SF ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ SF ലിമിറ്റഡിൻ്റെ ഓണറാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ ആരാണ്? ഇഷ്യൂവർ ഓഫ് സെക്യൂരിറ്റിയാണ്. ഞാൻ എൻ്റെ സെക്യൂരിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുവാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണം എന്താണ്? എൻ്റെ ഷെയറിന് ലിക്വിഡിറ്റി കൂടുന്നു. ഇഷ്ടമുള്ളവർക്ക് എൻ്റെ സ്റ്റോക്ക് മേടിക്കാൻ സാധിക്കുന്നു, പെട്ടെന്ന് മേടിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് മേടിക്കാം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫണ്ടിന് ആവശ്യം വരുന്നു, അപ്പോൾ വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ SF ലിമിറ്റഡ് ആണ് നമ്മളുടെ ഇഷ്യൂവർ വരുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സ് ആരാണ്? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ SF ലിമിറ്റഡിൻ്റെ ഷെയർ മേടിക്കുകയോ അല്ലെങ്കിൽ SF ലിമിറ്റഡ് പോലെയുള്ള മറ്റ് കമ്പനികളുടെ ഷെയർസ് മേടിക്കാൻ റെഡിയായി നിൽക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ മേടിക്കുകയോ വിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ, അവരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്താ ചെയ്യുന്നത്? അവർ ഈ ഇൻവെസ്റ്റേഴ്സും ഇഷ്യൂവേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് ബിൽഡ് ചെയ്യുന്നു. കാരണം ഒരാൾ ഇഷ്യൂ ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വിൽക്കാനുണ്ട്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു കോമൺ മാർക്കറ്റ് അല്ലെങ്കിൽ കോമൺ ഒരു പ്ലേസിൽ ഞാൻ ആ സാധനം കൊണ്ടുവരുമ്പോൾ അത് മേടിക്കാനുള്ളവരും ആ സ്ഥലത്ത് തന്നെ വരുവാണെങ്കിൽ എനിക്ക് എളുപ്പമാണ്. ശരിയല്ലേ? എനിക്ക് വിൽക്കണമെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് വന്നാൽ മതി, ആ സ്ഥലത്ത് മേടിക്കാനുള്ള ആളുണ്ട്, സോ എനിക്ക് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കോമൺ പ്ലേസ് ഇല്ലെങ്കിലോ, എനിക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് ആർക്കാ വേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുകയാണ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ചെയ്യുന്നത്. അതിപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആവാം. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ചെയ്യുന്നത് അവരൊരു പെർസെൻറ്റേജിന്, ഒരു ബ്രോക്കറേജ് അല്ലെങ്കിൽ ഒരു കമ്മീഷന് അവർ ആക്ടിവിറ്റീസ്, ഷെയർസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് അല്ലെങ്കിൽ ബ്രോക്കറേജ് കമ്മീഷനാണ് അവർക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് ഫ്രീ ആക്കുന്നതിനുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവാത്ത രീതിയിൽ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മൾ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജിയോജിത്ത് ഉണ്ട്, അല്ലെങ്കിൽ കോട്ടക് സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള പല ഫേംസ് നമ്മളുടെ
ഇന്ത്യ ബുൾ സെക്യൂരിറ്റീസ്, അങ്ങനെ പല ഫേംസ് ഉണ്ട് നമ്മുടെ ഇൻ്റർമീഡിയറീസിൽ വരുന്നത്. അതുകൂടാതെ പോർട്ട്ഫോളിയോ ഫേംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഇൻ്റർമീഡിയറീസ് ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ സെബി എന്താ ചെയ്യുന്നത്, ഇവരുടെ 3 പേരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ 3 പേരും കറക്റ്റായിട്ട് അവർ വേണ്ട രീതിയിൽ ചാനലൈസ് ചെയ്യുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നു. കാരണം 3 പേർക്കും നഷ്ടം വരാതെയോ 3 പേരും അവർ ഇപ്പോൾ ഒരു ഇഷ്യൂവർ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതിന് ഇഷ്യൂവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഫണ്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുക, ഫണ്ട് ഫ്ലോ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുക, അതെല്ലാമായിരിക്കും അവർ വിചാരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിക്ക് നല്ല എമൗണ്ട് റിട്ടേൺ കിട്ടുക, അല്ലെങ്കിൽ നല്ല കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക, അതിൽ നിന്ന് നല്ല എമൗണ്ട് റിട്ടേൺ, അതായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിന് എന്താണ്, അവർക്ക് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവരതിൻ്റെ ബ്രോക്കറേജ് കമ്മീഷൻ ചാർജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പേരും 3 പേരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെബിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സെബി അത് ആക്ട് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സെബിയുടെ 3 ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെബിയുടെ ഫങ്ഷനിൽ ഫസ്റ്റ് വൺ ക്വാസി ലെജിസ്ലേറ്റീവ്, അതായത് സെബി ഒരു ലെജിസ്ലേറ്റീവ് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ക്യാഷ് പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സെബിയാണ്. അത് ക്വാസി ലെജിസ്ലേറ്റീവ് എന്നുള്ളൊരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ്. സെക്കൻഡ് വൺ ക്വാസി ജുഡീഷ്യൽ. നമ്മൾ നോർമലി ജുഡീഷ്യൽ നിന്ന് ഇവിടെ നമ്മൾ സാധാരണ ജുഡീഷ്യൽ സിസ്റ്റം എന്താണ്, കോടതി, ജഡ്ജ്, അതൊക്കെയല്ലേ നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. അവരെന്താ ചെയ്യുന്നത്, അവർ റൂളിങ്സ് ആൻഡ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, അതല്ലേ, എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സ് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്നു. ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുന്നു. സെബി അങ്ങനെയുള്ള കറക്റ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തവർക്ക് നല്ല എമൗണ്ട് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാറുണ്ട്. പെനാൽറ്റിയോ അല്ലെങ്കിൽ മറ്റു ലീഗൽ ആക്ഷൻസോ എല്ലാം സെബി എടുക്കാറുണ്ട്. അത് ഏത് പവറിൽ നിന്നുകൊണ്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ്, ക്വാസി ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് സെബി ചിലപ്പോൾ പെനാൽറ്റി ചാർജ് ചെയ്യും, ചിലപ്പോൾ വലിയ എമൗണ്ട് ഫൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് ആയിരിക്കാം. അതിനെല്ലാം സെബിക്ക് കപ്പാസിറ്റി ഉണ്ട്, അതെല്ലാം സെബിയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്. തേർഡ് വൺ ക്വാസി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഫങ്ഷനിൽ നിന്നുകൊണ്ട് സെബി എന്താ ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻസ് ഒക്കെ ചെയ്യുവാണ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ, ഇൻ്റർമീഡിയറീസിൻ്റെ, കമ്പനീസിൻ്റെ, അതെല്ലാം അവരുടെ എല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓഫീസസ് ഇൻസ്പെക്ട് ചെയ്യുക, എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നു എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, എന്തെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ വേണമെങ്കിൽ അതെടുക്കുക, അതെല്ലാം ക്വാസി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്നുകൊണ്ട്, അങ്ങനെ ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസും സെബി ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ ഉള്ള റൈറ്റ് എല്ലാം സെബിക്കുണ്ട്, അതിനുള്ള അതോറിറ്റി ഉണ്ട്. ഇനി നമ്മൾക്ക് സെബി എന്തെങ്കിലും കേസിൽ ഒരു വിധി പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ സെബി എന്തെങ്കിലും പെനാൽറ്റി ഒക്കെ എടുക്കുന്ന കേസ് എങ്ങനെയാണ്, എന്തെങ്കിലും നമ്മൾ ഫ്രോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുന്നു. ഇൻസൈഡർ ട്രേഡിംഗ് എന്താ, ഏതെങ്കിലും കമ്പനിയുടെ ഇൻഫർമേഷൻ, ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ തന്നെ വെച്ചിട്ട് അവർ അത് വെച്ചിട്ട് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ SF ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി അടുത്ത ആഴ്ച അതിൻ്റെ ഇപ്പം നെക്സ്റ്റ് മൺഡേ എന്ന് വിചാരിക്കുക, നെക്സ്റ്റ് മൺഡേ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യുന്നത്, അതായത് അതിന് എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ടെന്നുള്ളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നവരെ ഒരു ജനറൽ പബ്ലിക്കിന് അറിയില്ല എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കമ്പനിയുടെ ഇൻസൈഡിലുള്ള കുറച്ച് പേർക്ക്, അതിൻ്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഇൻസൈഡിലുള്ള കുറച്ച് പേർക്ക് മനസ്സിലായി കമ്പനി ഹ്യൂജ് പ്രോഫിറ്റിലാണ്. അപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റിലാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അറിയാം ഈ ഇൻഫർമേഷൻ പുറത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. ഇപ്പോൾ ഈ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ 100 rupees ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ വരുമ്പോൾ, ഈ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുമ്പോൾ ഈ 100 rupees എന്നുള്ളത് എന്തായാലും ഒരു 300-400 റേഞ്ചിലേക്ക് പോകുമെന്ന് അതിൻ്റെ ഇൻസൈഡുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നു. കാരണം അത്രയും നല്ല ഫിനാൻഷ്യൽ റിസൾട്ടാണ് ആ കമ്പനിക്ക് വരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ആ കമ്പനിയുടെ കുറച്ച് ഷെയർസ്, ഇപ്പം മൺഡേ ആണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഇവരിൽ അതിന് മുമ്പത്തെ മൺഡേക്ക് മുമ്പത്തെ തേഴ്സ്ഡേയോ ഫ്രൈഡേയോ അങ്ങനെ എന്തെങ്കിലും ആ കമ്പനിയുടെ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഷെയർസ് ബൈ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ 10 lakh ഷെയർസ് എന്ന് വിചാരിക്കാം. 10 lakh ഷെയർസ് ആ കമ്പനിയുടെ ബൈ ചെയ്യുന്നു. ബൈ ചെയ്തിട്ട്
റിസൾട്ട് വരുന്നു, റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് ബെറ്റർ ആണ്, സോ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ 100 റുപ്പീസുള്ള ഷെയർ ഇപ്പോൾ 500 റുപ്പീസായി. ആ 500 റുപ്പീസിന് ഇവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ കേസിൽ ശരിക്കും അങ്ങനെ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല എന്ന് സെബി പറഞ്ഞിട്ടുള്ളതാണ്. അത് ജനറൽ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നത് പോലെയാണ്. സോ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ കേസിൽ സെബി അത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചാൽ സെബി അതിന് പെനാൽറ്റി അല്ലെങ്കിൽ മറ്റെന്താണോ ലീഗൽ ആക്ഷൻ അത് എൻഫോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ അത് സെബി ഓർഡർ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഒരാൾക്കെതിരെ ഒരു ലീഗൽ ആക്ഷൻ വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അയാൾ പറയുവാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനത് അങ്ങനെയല്ല ചെയ്തത്, ഇത് തെറ്റായൊരു ഡിസിഷനാണ് അല്ലെങ്കിൽ തെറ്റായൊരു വിധിയാണെന്ന് അയാൾ പറഞ്ഞാൽ അവർക്ക് സെബിക്കെതിരെ അപ്പീൽ പോകണമെങ്കിൽ ഫസ്റ്റ് അപ്പീൽ പോകാനുള്ള അതോറിറ്റി, ഫസ്റ്റ് അപ്പീൽ എവിടെയാണ് പോകുന്നത്? സാറ്റ്, അതായത് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ഇവർക്ക് അപ്പീൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ സെബിയുടെ ഓർഡർ ഇങ്ങനെയാണ് വന്നത്. ഇപ്പോൾ സെബിയുടെ ഓർഡർ അനുസരിച്ച് എനിക്ക് 2 കോടി രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും ഒരു ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് തരണം അങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ സാറ്റിൽ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ പോകാനായിട്ട് സാധിക്കും. അത് ഫസ്റ്റ് അപ്പീൽ പോകുന്നതാണ് സാറ്റിൽ. അപ്പോൾ അവിടെ അപ്പീൽ പോകുമ്പോഴത്തേക്കും അതൊരു 3 മെമ്പർ ടീമാണ്, 3 മെമ്പർ കമ്മിറ്റി. അത് ഹെഡ് ചെയ്യുന്നത് മിസ്റ്റർ ജസ്റ്റിസ് JP ദേവധർ ആണ്. അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ ഫോർമർ ജഡ്ജായിരുന്നു. അപ്പോൾ ഈ 3 മെമ്പർ ടീമിൽ അവരത് ചെക്ക് ചെയ്യുന്നു. അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് തോന്നുവാണ് ഓക്കെ ഇത് കറക്റ്റാണ്, സെബിയുടെ ഓർഡർ കറക്റ്റാണ്, അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല എന്ന് തോന്നിയാൽ അവർ ആ ഓർഡർ ശരിവെക്കുന്നു. ഇതിൽ ചേഞ്ച് ഒന്നും വരുത്താനില്ല, ഈ ഓർഡർ കറക്റ്റാണ്, അപ്പം നിങ്ങൾ 2 കോടി രൂപ ഫൈൻ അടയ്ക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവരും പറയുന്നു. അപ്പോൾ ഈ അപ്പീൽ പോയ ആൾക്ക് അതുകൊണ്ടും ഒരു തൃപ്തി വരുന്നില്ല. അപ്പോൾ അവർ പറയണില്ല അത് അങ്ങനെയല്ല, അത് എനിക്ക് കുറച്ച് റിലീഫ് കിട്ടേണ്ടതാണ്, അപ്പോൾ ഞാൻ ഈ എമൗണ്ട് പേ ചെയ്യേണ്ടതല്ല. അപ്പോൾ അവർക്ക് പിന്നെ നെക്സ്റ്റ് അപ്പീൽ, സെക്കൻഡ് അപ്പീൽ പോകാൻ എവിടെയാണ് പറ്റുന്നത്? സെക്കൻഡ് അപ്പീൽ ഇവർക്ക് വേണമെങ്കിൽ സുപ്രീം കോർട്ടിൽ പോകാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോർട്ടിൽ ഇവർ സെക്കൻഡ് അപ്പീൽ പോകുന്നു. സുപ്രീം കോർട്ട് വെരിഫൈ ചെയ്തിട്ട് സുപ്രീം കോർട്ട് പറയുന്നു ഇത് സെബി അല്ലെങ്കിൽ സാറ്റ് വച്ച വിധി കറക്റ്റാണ്, ഇതിൽ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല, നിങ്ങളിങ്ങനെ ഒരു ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, സോ നിങ്ങൾ 2 കോടി രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെ പറഞ്ഞാൽ അത് നമ്മളുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ്. ആ ഫേം ആ 2 കോടി രൂപ ഫൈൻ ആണെങ്കിൽ ആ ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗൽ ആക്ഷൻ ആണെങ്കിൽ അത് ഫേസ് ചെയ്യാമെന്നേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഇത് തെറ്റിപ്പോരുത്. നമ്മുടെ ഫസ്റ്റ് അപ്പീൽ പോകുന്നത് സാറ്റിലും സെക്കൻഡ് അപ്പീൽ പോകുന്നത് സുപ്രീം കോർട്ടിലുമാണ്. ഇനി ഡയറക്റ്റ് സെബിയിൽ നിന്നൊരു വിധി വന്നു എന്ന് വിചാരിക്കുക. ഒരു വിധി വന്ന ആൾക്ക് സാറ്റിൽ പോവാതെ ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോകാൻ സാധിക്കുമോ? സാധിക്കില്ല. സാറ്റിൽ പോയിട്ട് സാറ്റിൻ്റെ വിധി എന്താണോ എന്ന് നോക്കിയിട്ട് അവർ അപ്രൂവ് ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ സെബിയുടെ വിധി ശരിയാണെന്ന് പറയാം, ചിലപ്പോൾ അവർ അതങ്ങനെയല്ല എന്ന് പറയാം. അപ്പോൾ എന്താണോ ആ വിധിയുടെ അനുസരിച്ച് മാത്രമേ നമ്മൾക്ക് സെക്കൻഡ് അപ്പീൽ മാത്രമേ സുപ്രീം കോർട്ടിൽ പോകാൻ സാധിക്കുള്ളൂ. സെബിയുടെ ഓർഡറിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോകാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾക്ക് സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു അപ്രൂവ് ബൈലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ ബൈലോസ് അപ്രൂവ് ചെയ്യുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പല ബൈലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്നുണ്ടാവാം. അത് കറക്റ്റ് ആണോ, അത് അപ്രൂവ് ചെയ്യേണ്ടതാണോ എന്ന് നോക്കിയിട്ട് അത് അപ്രൂവ് ചെയ്യുക. ഇനി ഏതെങ്കിലും അമെൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബൈലോസ് അമെൻഡ് ചെയ്യുക. ഇപ്പോൾ ഉള്ള ബൈലോസിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ അത് അമെൻഡ് ചെയ്യുന്നു. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ നേരത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ്, ഒരു റൂളിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് കിടക്കുവാണെങ്കിൽ ആ ഫണ്ട് എത്ര നാൾ വേണമെങ്കിലും അവിടെ കിടക്കും. അപ്പോൾ ആ ഫണ്ട് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എടുത്ത് അവർ റോളിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം കസ്റ്റമറുടെ അക്കൗണ്ടിൽ കസ്റ്റമർ ഇപ്പോൾ ഫണ്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 lakhs ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ 10 lakhs ഉണ്ട്, വേറൊരു 10 പേരുടെ അക്കൗണ്ടിൽ 10 lakhs വെച്ച് കിടപ്പുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ കുറച്ച് ഷെയർസ് വാങ്ങിച്ചു, അത് സെല്ല് ചെയ്തപ്പോൾ അതിൻ്റെ എമൗണ്ട് വന്ന 10 lakhs ആണ് നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ. അപ്പോൾ നേരത്തെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എമൗണ്ട് സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഈ കസ്റ്റമർക്ക് ഷെയർ മേടിക്കണമെങ്കിൽ ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് വേറെ കമ്പനിയുടെ ഷെയർസ് മേടിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ് സെബി ഒരു റൂള് കൊണ്ടുവന്നു, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ 3 മാസം യൂസ് ചെയ്യാതെ ഫണ്ട് കസ്റ്റമറുടെ അക്കൗണ്ടിൽ കിടക്കുവാണെങ്കിൽ അത് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാം. വീക്ക്ലി വേണോ, അല്ലെങ്കിൽ മന്ത്ലി വേണോ, അല്ലെങ്കിൽ ക്വാർട്ടർലി വേണോ എന്ന് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാതെ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഫണ്ട് കിടന്നാൽ ആ ഫണ്ട് ഡയറക്റ്റ് കസ്റ്റമറുടെ ബാങ്കിലേക്ക് തിരിച്ച്
പേ ആവും. അതായത് സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമറുടെ ബാങ്കിലേക്ക് തന്നെ ആ എമൗണ്ട് ട്രാൻസ്ഫർ ആവും. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് സെബി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുപോലെയുള്ള പല റൂൾസ്, അപ്പോൾ റൂൾസിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നു. അതിന് മുമ്പ് ആ റൂളിൽ എന്താ പറഞ്ഞിരുന്നത്, ആ സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ കിടക്കും, അവർക്ക് എപ്പോൾ വേണോ, മീൻസ് കസ്റ്റമറുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഫുൾ എമൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിലിരിക്കുന്നത്. കസ്റ്റമർ എപ്പോഴാണോ നെക്സ്റ്റ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ആ സമയത്തല്ലേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോ ചേഞ്ച് ആയപ്പോൾ എന്ത് പറ്റി, കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 lakhs വെച്ച് 10 കസ്റ്റമേഴ്സുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്വാർട്ടർലി അല്ലെങ്കിൽ 3 weeks ആണ് ടൈം സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ആ 3 months ആയിട്ടും നമ്മൾ ആ എമൗണ്ട് യൂസ് ചെയ്തിട്ടില്ല, വേറെ ഷെയർസ് ഒന്നും ബൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 10 lakhs ഓട്ടോമാറ്റിക് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആവും. പിന്നെ നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഷെയർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആ എമൗണ്ടിൻ്റെ ചെക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫണ്ട് തിരിച്ച് സ്റ്റോക്ക് ബ്രോക്കർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പുതിയ റൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് ബൈലോസ് അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റൂൾസ് എന്തെങ്കിലും അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ബൈലോസ് അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനുള്ള പവർ സെബിക്കുണ്ട്. ഇനി അതുകൂടാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ റിട്ടേൺസ് ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് ഫയൽ ചെയ്യേണ്ട റിട്ടേൺസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യുന്നില്ലെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി അതിനെന്തെങ്കിലും ഫൈൻ എന്തെങ്കിലും ഇമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അത് കൃത്യമായി ചെയ്യിക്കുക, അത് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക, കറക്റ്റായിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. അതുമെല്ലാം സെബിയുടെ പവേഴ്സിൽ വരുന്നതാണ്. അതിനുള്ള പവർ സെബിക്കുണ്ട്. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ റിട്ടേൺസ് ഇന്ന സമയത്ത് തന്നെ ഫയൽ ചെയ്യണം എന്നൊരു പീരീഡിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യിക്കാനോ അതെല്ലാം സെബിക്ക് സാധിക്കും. ആ പീരീഡിൽ കറക്റ്റായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ സെബി അതിന് എന്തെങ്കിലും ഫൈൻ ചാർജ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി എക്സ്ചേഞ്ചസിൻ്റെ മാത്രമല്ല, നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവറും സെബിക്കുണ്ട്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സാമ്പിൾസ്. അപ്പോൾ അതുപോലെ അവരുടെ ബുക്ക്, ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ, അതുപോലെയുള്ള ഒത്തിരി ഇൻ്റർമീഡിയറീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക, അതിനുള്ള പവറും സെബിക്ക് ഉണ്ട്. ഇനി അതുകൂടാതെ ചില കമ്പനീസ് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഒന്നോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യേണ്ടതായ ചില കമ്പനീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ചില സർട്ടൻ കമ്പനീസിന്, എല്ലാ കമ്പനീസിനെ അല്ല, ചില സർട്ടൻ കമ്പനീസിനെ സെബി കമ്പൽ ചെയ്യാറുണ്ട്. ഇന്ന റീസൺ കൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കമ്പൽ ചെയ്യുക, അവരുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യിക്കുക, അതും സെബി ചെയ്യാറുണ്ട്. നമുക്ക് മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നമ്മുടെ എത്ര എണ്ണമുള്ള അറിയോ? നമ്മളുടെ മെയിനായിട്ട് വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആൻഡ് BSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പവേഴ്സ് സെബിക്ക് ഉണ്ട്. ഇനി നമ്മൾക്ക് ബിസിനസ് ഫെസിലിറ്റേഷനിൽ സെബിയുടെ റോൾ എന്താണെന്ന് നോക്കാം. നമ്മളുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സെബി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സെബിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് നമ്മളുടെ ഇഷ്യൂവേഴ്സ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് അവരുടെ ക്യാപിറ്റൽ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ മണിയുണ്ട്, എക്സ്ട്രാ മണി ഉള്ളതാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് എന്താണ്, അവർക്ക് കുറച്ച് ഫണ്ട് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ഫണ്ട് റിക്വയർമെൻറ്റിന് വേണ്ടി അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കമ്പനിയിൽ പബ്ലിക് കോൺട്രിബ്യൂഷൻ കൂട്ടാനായിട്ട് സാധിക്കുന്നു ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത് വഴി. കാരണം പബ്ലിക്കിന് ഈസി ആയിട്ട് ലിക്വിഡായിട്ട് ഷെയർസിൽ ഡീൽ ചെയ്യാൻ സാധിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്യാം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ട് എനിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ചീറ്റ് ചെയ്യപ്പെടുവാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറേ പേർക്ക് സംഭവിക്കുവാണെങ്കിൽ പിന്നെ ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ പോവോ? പേടിയായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിലാണ് ക്യാപിറ്റൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക, അതെല്ലാം സെബി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് സിസ്റ്റം നമ്മളുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ. ഇനി കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല സെബി നോക്കുന്നത്, ആ കമ്പനീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ്സിക്വൻറ്റ് ട്രേഡിംഗ്, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലെ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് അത് കറക്റ്റായിട്ടാണോ നടക്കുന്നത്, എന്തെങ്കിലും ഫ്രോഡ് പ്രാക്ടീസസ് വരുന്നുണ്ടോ, എന്തെങ്കിലും ചീറ്റിംഗ് വരുന്നുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ ചതിക്കുന്ന രീതിയിൽ ഇവർ ആക്ട് ചെയ്യുന്നുണ്ടോ, അതെല്ലാം സെബി ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും ഇന്ത്യൻ എൻറ്റിറ്റീസിന് ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലോ
അല്ലെങ്കിൽ ഫോറിൻ എൻറ്റിറ്റീസിന് നമ്മൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സെബിയാണ്. പിന്നെ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പൈസ പോവില്ല, അല്ലെങ്കിൽ അവർ ചീറ്റ് ചെയ്യപ്പെടില്ല. അവർ ചീറ്റ് ചെയ്യപ്പെടാതെ നോക്കാൻ മേളിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പങ്ങളൊന്നും വരാതെ ആ സെബി അവിടെ ഉണ്ട്, സെബി കറക്റ്റായിട്ട് മാനേജ് ചെയ്തോളും എന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം കീപ്പ് ചെയ്യാനായിട്ട് സെബി ബാധ്യസ്ഥരാണ്. കാരണം എന്താണ്? അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ക്യാപിറ്റൽ മാർക്കറ്റ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ വരുന്ന ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ചീറ്റ് ചെയ്യപ്പെടുവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിലോ പിന്നെ ആരെങ്കിലും വരുമോ? വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സെബിക്കുണ്ട്, സെബി അത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ കോർപ്പറേറ്റ് സെക്ടർ, അതായത് നമ്മളുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നവർക്ക് എന്താണ്? അവരുടെ സ്റ്റഡി ഫ്ലോ ഓഫ് ഫണ്ട്സ് എൻഷുർ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ കുറേ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ആ ഷെയർസിൻ്റെ കുറേ ഷെയർസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു, ആ ഷെയർസ് പലരും മേടിച്ചിട്ട് അതിൻ്റെ ഫണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലോ, അങ്ങനെയുള്ള കേസാണെങ്കിൽ പിന്നെ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ബാക്കി കമ്പനീസോ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വരുമോ? വരില്ല. കാരണം ഞാൻ ഷെയർസ് വിൽക്കുന്ന എന്തിനു വേണ്ടിയാണ്? എനിക്ക് കുറച്ച് ഫണ്ട് റിക്വയർമെൻ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഫണ്ട് ഫ്ലോ സ്റ്റഡി ആയി കറക്റ്റായിട്ട് രീതിയിൽ ഫണ്ട് ഫ്ലോ എൻഷുർ ചെയ്യണം. അത് സെബി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് സെബി ബിസിനസ് ഫെസിലിറ്റേഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. സെബി സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചാലോ അല്ലെങ്കിൽ ഫ്രോഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ സെബി സ്ട്രിക്റ്റ് പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫൈനായിരിക്കാം, അല്ലെങ്കിൽ ഇംപ്രസൺമെൻറ്റോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കാം. അത് ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഫൈനൊക്കെ ആണെങ്കിൽ ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല ഫൈൻ വരുന്നത്, വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേടി കൊണ്ട് തന്നെ എല്ലാവരും കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഇഷ്യൂവേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇൻ്റർമീഡിയറീസ് ആണെങ്കിലും. കാരണം എന്തെങ്കിലും ഫ്രോഡ് ചെയ്ത് പിടിക്കപ്പെടുവാണെങ്കിൽ അവർക്ക് നല്ലൊരു പെനാൾട്ടി അല്ലെങ്കിൽ നല്ലൊരു ലീഗൽ ഇത് അവർക്ക് കിട്ടും. ഒന്നുകിൽ ഹെവി പെനാൾട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഇംപ്രസൺമെൻറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ആക്ഷൻസ് ആയിരിക്കാം. സോ നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു സൗണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് സെബി വളരെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ സെബിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs നോക്കാം. അപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയോ എന്നുള്ളത് നമ്മൾ ഈ MCQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. MCQ ഫസ്റ്റ് വൺ, സെബി ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ഇൻ. നമ്മളുടെ സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. നമ്മൾ പഠിച്ചില്ലേ, സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ബാന്ദ്ര കുർല കോംപ്ലക്സ്, മുംബൈ. ഇനി ഹു വാസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ബിഫോർ സെബി? സെബി വരുന്നതിന് മുമ്പ് ആരാണ് കൺട്രോൾ ചെയ്തിരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അഫയേഴ്സ്? കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. അതാണ് സെബി റിപ്പീൽ ചെയ്തത്. സെബി വന്നതിന് ശേഷം ആക്ടിവിറ്റീസ് എല്ലാം സെബിയാണ് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. ഇനി ഔട്ട് ഓഫ് ദ ഫോളോയിങ് ദർ ഈസ് നോ റീജിയണൽ ഓഫീസ് ഓഫ് സെബി അറ്റ്. ഈ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ സെബിയുടെ റീജിയണൽ ഓഫീസ് ഇല്ലാത്തത് എവിടെയാണ്? ചെന്നൈയിൽ സെബിക്ക് റീജിയണൽ ഓഫീസ് ഉണ്ട്, ഡൽഹിയിലും കൊൽക്കത്തയിലുമുണ്ട്. മുംബൈയിലാണ് സെബിക്ക് റീജിയണൽ ഓഫീസ് ഇല്ലാത്തത്. കാരണം മുംബൈയിൽ സെബിക്കുള്ളത് എന്താണ്? മുംബൈയിൽ ഹെഡ് ഓഫീസാണുള്ളത്, ഹെഡ് ക്വാർട്ടേഴ്സ് ആണുള്ളത്. സോ മുംബൈയിൽ റീജിയണൽ ഓഫീസ് ഇല്ല. അവിടെ നമ്മളുടെ ആൻസർ D ആണ്, മുംബൈ. ഇനി ഫോർത്ത് വൺ, ഇൻ വിച്ച് ഇയർ സെബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്? ഏത് വർഷമാണ് സെബി എസ്റ്റാബ്ലിഷ് ആയത്? 1988. നെക്സ്റ്റ് വൺ, ദ ഫിനാൻഷ്യൽ സിസ്റ്റം കംപ്രൈസസ് ഓഫ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് മൂന്നുമാണ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. സോ അതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. നമ്മളുടെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഇനി ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് സെബി ഷുഡ് ബി ഫ്രം RBI? RBIയിൽ നിന്ന് സെബിയുടെ എത്ര മെമ്പേഴ്സാണ് വരുന്നത്? സെബിയുടെ ബോർഡിലേക്ക് എത്ര മെമ്പേഴ്സാണ് വരുന്നത്? ഒരു മെമ്പറാണ് വരുന്നത്. അത് RBIയുടെ ഒഫീഷ്യലിൽ നിന്ന് RBI തന്നെ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പറാണ് ഒരു മെമ്പർ. സോ നമ്മളുടെ ആൻസർ A ആണ്, 1. ഇനി 7th ക്വസ്റ്റ്യൻ, ദ സെബി ബോർഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് 1. താഴെ പറയുന്നതിൽ സെബി ബോർഡിൽ ഉള്ളവർ എക്സെപ്റ്റ് 1 ഏതോ ഒരെണ്ണം തെറ്റാണ്. അത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, എ ചെയർമാൻ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. അത് കറക്റ്റ് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ ഉണ്ടാവും. പിന്നെ RBIയിൽ നിന്നുള്ളൊരു മെമ്പർ ഉണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള 2 മെമ്പേഴ്സ് ഉണ്ട്.
പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഡി എന്താ പറഞ്ഞേക്കുന്നത്, അതർ 5 മെമ്പേഴ്സ് ഔട്ട് ഓഫ് വിച്ച് 2 മസ്റ്റ് ബി ഓൾ ടൈം മെമ്പേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതാണ് തെറ്റ്. എന്തുകൊണ്ടാണ് തെറ്റ്? അതർ 5 മെമ്പേഴ്സ് ഔട്ട് ഓഫ് വിച്ച് 2 മസ്റ്റ് ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ശരിക്കും 2 അല്ല 3 മസ്റ്റ് ബി അല്ലേ, നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ. ഔട്ട് ഓഫ് വിച്ച് 3 മസ്റ്റ് ബി ഓൾ ടൈം, അറ്റ്ലീസ്റ്റ് 3 മസ്റ്റ് ബി ഓൾ ടൈം ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതാണ് കറക്റ്റ്. സോ ഇതിൽ തെറ്റായിട്ട് വന്നേക്കുന്ന ഏതാണ്? ഡി ആണ്. അപ്പം നമ്മളുടെ 7th ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ഇനി 8th വൺ, വേർ ക്യാൻ ദ ഫസ്റ്റ് അപ്പീൽ എഗെയിൻസ്റ്റ് സെബി ബി മെയ്ഡ്? നമ്മൾക്ക് സെബിയുടെ വിധിക്കെതിരെ എന്തെങ്കിലും അപ്പീൽ പോകണമെങ്കിൽ ആ വിധിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, സെബിയുടെ ആക്ഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾക്ക് അപ്പീൽ പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്പീൽ എവിടെയാണ് പോകുന്നത്? സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, സാറ്റിലാണ് നമ്മൾ ഫസ്റ്റ് അപ്പീൽ പോകുന്നത്. സാറ്റിൻ്റെ വിധിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് അപ്പീൽ എവിടെയാണ് പോവുക? സുപ്രീം കോർട്ട്. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് അപ്പീൽ എവിടെയാണ് പോകുന്നതെന്നാണ്. സോ അതിൻ്റെ ആൻസർ സി ആണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. 9th വൺ, സെബി മേ നോട്ട് ബി റെസ്പോൺസീവ് ടു. സെബി ഈ താഴെ പറഞ്ഞേക്കുന്ന ആരുടെ കാര്യത്തിലാണ് റെസ്പോൺസീവ് അല്ലാത്തത്? നമ്മൾ സെബിയുടെ ഇതിൽ പഠിച്ചപ്പോൾ 3 ഗ്രൂപ്പിൻ്റെ അടുത്ത് സെബിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 3 ഗ്രൂപ്പിൻ്റെ ആക്ഷൻസ് സെബി മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. അത് ഏതൊക്കെയായിരുന്നു? ഇൻവെസ്റ്റേഴ്സ്, ഇഷ്യൂവർ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണ്? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? മേ നോട്ട് ബി റെസ്പോൺസീവ് എന്നാണ്. അപ്പോൾ ആൻസർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഇനി 10th വൺ, സാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. സാറ്റിൽ നമ്മുടെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? നമ്മളുടെ ആൻസർ ഡി ആണ്, 3 മെമ്പേഴ്സ്. 3 മെമ്പേഴ്സ് ചേർന്നാണ് സാറ്റ്. അത് ഹെഡ് ചെയ്ത ആരാണെന്നും നമ്മൾ പഠിച്ചിരുന്നു, ഹെഡ് ചെയ്യുന്നത് ആരാണെന്ന്. ഇനി നമ്മളുടെ 11th വൺ, ഇൻ വിച്ച് ഫങ്ഷൻ സെബി പാസസ് റൂളിങ്സ് ആൻഡ് ഓർഡേഴ്സ്. അതായത് ഏത് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ് സെബി റൂളിങ്സും ഓർഡേഴ്സും പാസ് ചെയ്യുന്നത്? സെബിയുടെ ഫങ്ഷൻ 3 കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ക്വാസി ലെജിസ്ലേറ്റീവ്, ക്വാസി എക്സിക്യൂട്ടീവ്, ക്വാസി ജുഡീഷ്യൽ. അതിൽ റൂളിങ്സ് ആൻഡ് ഓർഡേഴ്സ് പാസ് ചെയ്യുന്നത് സെബി ക്വാസി ജുഡീഷ്യൽ എന്നുള്ളൊരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ്. ഒരു ജുഡീഷ്യൽ കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് സെബി റൂളിങ്സ് ആൻഡ് ഓർഡേഴ്സ് പാസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ബി ആണ്, ക്വാസി ജുഡീഷ്യൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെബി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഓൾറെഡി RBI കഴിഞ്ഞു, സെബിയും കഴിഞ്ഞു. RBIയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ CCI കവർ ചെയ്യാം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. CCI നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. സോ ഇതുവരെ നിങ്ങൾ നന്നായി പഠിക്കുക, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നമ്മൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.